വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. എനിക്കൊരു വീട്ടമ്മ വിളിച്ചിട്ട് അവരുടെ 33 വയസ്സുള്ള അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചൊരു കാര്യം എന്നോട് പറഞ്ഞപ്പോൾ വളരെ വലിയ സങ്കടം തോന്നി. കാരണം നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, ഒരു നിലക്കൊരു ജലദോഷം പോലും വരാത്ത ഒരാൾ, ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്ന് രാത്രി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കിടക്കുമ്പോൾ തീരെ വയ്യെന്ന് പറഞ്ഞ് ഭാര്യയോട് ഫാൻ ഓഫാക്കാൻ പറയുന്നു. ആകെക്കൂടി വെപ്രാളം. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. പക്ഷെ അതിന് മുൻപേക്ക് ആ മനുഷ്യൻ പൊടുന്നനെ അങ്ങോട്ട് കുഴഞ്ഞങ്ങോട്ട് വീഴുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഉടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറയുന്നത്, ഈ മനുഷ്യൻ ഇനി ജീവിച്ചിരിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നു എന്നാണ്. തിരുവനന്തപുരത്തുള്ള കാട്ടാക്കടയിലുള്ള മുഖ്താർ ഷാ എന്ന് പറയുന്ന 33 വയസ്സുള്ള ഒരാൾ. ഇദ്ദേഹം കോഴിക്കോട് ഭാഗത്ത് വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഒരു 7 വയസ്സായ ഒരു കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്. ആ ഒരു സ്ത്രീയുടെ ആ ഒരു കുടുംബത്തിൻ്റെ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണ് സംഭവിച്ചത്. നമ്മുടെ വിസാൽ മീഡിയയുടെ നിരന്തരം എന്നും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ്. എപ്പോഴും അവർ ഭർത്താവ് പറയുമായിരുന്നത്രേ, നമ്മൾ ഈ ഒരു ചാനൽ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഞാനാണ് മരിക്കുന്നതെങ്കിൽ നീ അവരെ അറിയിക്കണം, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അതല്ല, നീയാണ് മരിക്കുന്നതെങ്കിൽ ഞാൻ അറിയിക്കണം. വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. അള്ളാഹു ആ മനുഷ്യന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. നമ്മുടെ ഈ ഒരു പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ ഈ ചാനൽ കാണുന്നത്. നമുക്ക് നേരിട്ട് പരിചയമുള്ളവരാണെന്നോ ഒന്നുമല്ല. പക്ഷെ നമ്മളെല്ലാവരും കഴിയുമെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്, കഴിയുമെങ്കിൽ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ഒരു ഫാത്തിഹ ഓതി ഈ പ്രിയപ്പെട്ട മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണം. കാരണം ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞിടത്തോളം വളരെ ഒരു പാവം, നമ്മൾ പറയില്ലേ, സ്വന്തം ഉമ്മയെ, സുഖമില്ലാത്ത ഉമ്മയെ അവിടെ പോയി കണ്ട് കൈയൊടിഞ്ഞ ഉമ്മക്ക് ചോറ് വാരി കൊടുക്കുന്ന അത്രയധികം ഉമ്മയോട് സ്നേഹമുള്ള ഒരു മനുഷ്യൻ. ഭാര്യയുടെ ഉമ്മ സുഖമില്ലാതായെന്ന് കണ്ടപ്പോൾ അവരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സ്നേഹത്തോടു കൂടി സ്വന്തം ഉമ്മയുടെ സ്നേഹം കൊടുക്കുന്ന ഒരു മനുഷ്യൻ. പാലക്കാടും പല ഭാഗത്തും ഇയാൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഒരു മത്സ്യത്തൊഴിലുമായി ബന്ധപ്പെട്ട് ആ ഒരു കടയിൽ എന്താ പറയുക, ജോലി എടുക്കുന്ന ഒരാളാണ്. ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് വെച്ചാൽ ഭാര്യയുടെയും മക്കളുടെയും പ്രസന്റിൽ അവരോടൊത്ത് അന്നന്ന് സന്തോഷിക്കുന്ന നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരിലൊരു സാധാരണക്കാരൻ. പക്ഷേ ഇന്നാ മനുഷ്യൻ 6 അടി മണ്ണോട് ചേർന്നു. ഇവിടെ ഈ തിരുവനന്തപുരത്തും കാട്ടാക്കടയിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് കബറടക്കിയത്. ഈ ഒരു സ്ത്രീയുടെ നാട് പാലക്കാടാണെന്നാണ് എൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, ഇതൊരു പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന ഒരു വലിയ വാർത്തയല്ലാത്തത് കൊണ്ട് നമ്മൾ അറിയില്ല. പലപ്പോഴും നമ്മൾ പല മരണങ്ങളും പറയാറുണ്ട്. അതൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയാവാൻ പറ്റിയ വലിയ എന്തെങ്കിലും പ്രത്യേകതയുള്ള സംഭവങ്ങളോ മറ്റോ ആകുമ്പോൾ നമ്മൾ ആരും അറിയിക്കാതെ നമ്മൾ അറിയും. പക്ഷെ ഒരു സാധാരണ ഒരു മനുഷ്യൻ പൊടുന്നനെ മരിച്ചു പോവാന്ന് പറയുമ്പോൾ നമ്മളത് അറിയാൻ സാധ്യതയില്ല. പക്ഷെ ആ വീട്ടുകാർ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ഉണർത്തിയത് കൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു വിസാൽ മീഡിയ കുടുംബത്തിലെ ആളുകൾ, എൻ്റെ കുടുംബത്തിൽ എനിക്കത് കേട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആരോ മരിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ഉണ്ടാവണം എന്നുള്ളത്. ഒരു പെട്ടെന്നുള്ളൊരു ഷോക്ക് ഉണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട ഒരാള്, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ ഇല്ലെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ട്. ഏതായാലും ഈ ഒരു മനുഷ്യനെ അതിൻ്റെ ഒരു സ്വാഭാവികമായൊരു നടപടിക്രമമുണ്ട്, ഇത്തരം മരണങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാന്നുള്ളത്. അപ്പോഴാണ് ആ വീട്ടുകാർ അറിയുന്നത് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എന്നുള്ളത്. 2 തവണ ഇദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ടുണ്ട് അത്രേ. ഈ രണ്ടും ഈ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ജീവിക്കുന്നതിനിടയിൽ ഇത്തരം വേദനകളോ അല്ലെങ്കിൽ ഇത്തരം ചില മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിനോടൊപ്പം അവസാന ശ്വാസം വരെയും സന്തോഷത്തോടെ കഴിഞ്ഞൊരു മനുഷ്യനാണ്. അള്ളാഹു ഗഫൂറാണ്, റഹ്മാനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ഒരു നിരാശയും വേണ്ട. ഇതാണ് നമ്മുടെ മതവും നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സ്ത്രീക്കും ആ കുഞ്ഞിനുമൊക്കെ അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിസാൽ മീഡിയയുടെ കാണുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ദിക്കുകളിലുണ്ടാവും. നമുക്കൊന്നും എന്നോട് പേഴ്സണലി പരിചയപ്പെടുന്ന വളരെ കുറച്ച് ആളുകളുണ്ട്. എന്തുണ്ടെങ്കിലും വിശേഷങ്ങൾ പറയുന്ന ചില ഉമ്മമാര്, ചില ഇക്കാക്കമാര്, വാപ്പമാര്, അവർ വിളിച്ചു പറയലുണ്ട് ഓരോരോ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ. അത് അവർ 1, 2, 3 വിരലിൽ എണ്ണാവുന്ന ആളുകളാണ്.
ബാക്കി നമ്മുടെ ചാനൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ നമ്മൾ അറിയില്ല, അറിയിക്കണം നിങ്ങൾ. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിനടുത്തുള്ള, വീടിൻ്റെ തൊട്ട് മുൻപിലുള്ള ഒരു ഇളനീർ കടയുണ്ട്, ഇളനീർ ഇതൊക്കെ വിൽക്കുന്നൊരു കട. ഞാൻ അവിടെ ഇരുന്ന് ഞാനും എൻ്റെ ചെറിയ മോളും കൂടിയിട്ട് ഇളനീർ ജ്യൂസ് കുടിക്കുമ്പോഴാണ് ഒരു കാറിലിരിക്കുന്ന ഒരു ഉമ്മ ഇനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ആയി, ഇനി മോളെ നോക്കിയതാണോ, എന്നെ നോക്കുന്നതാണോ, എന്നെ പരിചയമുള്ള ഒരാളാണോ, സാധ്യതയില്ല. അപ്പൊ ആ കാറിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇക്കാനെ ഞാൻ കാണലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ എവിടെ നിന്നെ കാണാം? മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു. മൊബൈലിൽ വരുന്നക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഉമ്മ എന്നെ വിളിച്ചു. വളരെ സന്തോഷം. നമ്മുടെ ചാനൽ കാണുന്ന ഒരു കുടുംബം പോകുന്ന സമയത്ത് അവരാ ഒരു ഇളനീർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവരാ കടയുടെ മുന്നിൽ നിർത്തിയിട്ടുള്ളത്. പലയിടത്തു നിന്നും ആളുകൾ അത് പറയാറുണ്ട്, ഞങ്ങൾ അവിടുന്ന് കണ്ടിരുന്നു, പക്ഷേ ഞങ്ങൾ സംസാരിച്ചില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു ചായ അങ്ങോട്ടും മേടിച്ചു തരുന്നില്ല, ഞാൻ ചായ അങ്ങോട്ട് മേടിച്ചു തരാം, ഇങ്ങോട്ട് നിങ്ങൾ ചായ ഒന്നും മേടിച്ചു തരണ്ട. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദം ഉണ്ടല്ലോ, സന്തോഷം ഉണ്ടല്ലോ. ഈ 2023 വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു പുതിയ സൗഹൃദങ്ങളും സന്തോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ പരസ്പരം സ്നേഹവും സന്തോഷങ്ങളൊക്കെ പങ്കിടുക. ഏതായാലും 2023 വർഷം അവസാനിക്കുമ്പോൾ എനിക്ക് ഈ ചാനലിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ചെറിയൊരു മാറ്റം 2024 ആകുമ്പോഴേക്ക് ചെറിയൊരു മാറ്റം ഞാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, പലപ്പോഴും നമ്മുടെ ചാനലിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തെറ്റും പറ്റാത്ത മാസൂമിയങ്ങളായ ആളൊന്നുമല്ല ഞാൻ. നമ്മുടെ ചാനൽ ഏതെങ്കിലും മതപരമായ വയലുകൾ പറയുന്ന ഒരു ചാനലല്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഒരുപാട് ആദർശങ്ങളുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പല പല ആൾക്കൂട്ടങ്ങളാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അതിൽ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ചാനലിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി അവരെ താല്പര്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു പുനർവിചിന്തനം. അതുകൊണ്ട് ഒരിക്കലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു മതപാർട്ടിയുടെയോ ആളാകുന്ന രീതിയിലുള്ള, അവർക്ക് താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റൊരാളെ വിമർശിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഇനി ചെയ്യില്ല. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് ഭയങ്കര തെറിവിളിയാണ്. തെറിവിളി എനിക്കൊരു പുത്തരിയല്ല. നിങ്ങൾ എത്ര തെറി വിളിച്ചാലും അതെന്നെ ഏൽക്കുന്നൊരു കാര്യമല്ല. നിങ്ങൾ എന്നെ കുറെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് സങ്കടമില്ല. നമ്മളത് പൊരുത്തപ്പെട്ടു വിട്ടു. പക്ഷേ നമ്മുടെ ഒരു പിഴവായിട്ടൊരു പുനർവിചിന്തനം നമുക്ക് നടത്താലോ. ആ ഉസ്താദിനെ ആ രീതിയിൽ വിമർശിക്കണമായിരുന്നോ? അത് ആ ഉസ്താദിനെ സ്നേഹിക്കുന്നവർക്ക് ഭയങ്കര സങ്കടമാണ്. അല്ലെങ്കിൽ ഈ ഉസ്താദിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഉസ്താദിന് ദേഷ്യമുള്ളവർക്ക്. അപ്പൊ നമ്മൾ അത്തരം വിഷയങ്ങൾ കിടക്കാതെ നമ്മുടെ ഈ ചാനലിൽ പറയുന്നത് ഒന്നുകിൽ സൂഫി കഥകൾ, പിന്നെ കുറെ ചരിത്രങ്ങൾ, അതാർക്കും സങ്കടങ്ങൾ ഉണ്ടാക്കുന്നതല്ല, പിന്നെ നാട്ടിലെ വാർത്തകൾ, പിന്നെ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ. ഇതൊക്കെയാണ് വിസാൽ മീഡിയ ചാനലിൽ ഉണ്ടാവേണ്ട. വിസാൽ മീഡിയയുടെ കുടുംബം സന്തോഷത്തിന്റെയും പ്രാർത്ഥനയുടെയും കുടുംബമാണ്. അതിൽ അള്ളാഹുവിൻ്റെ ഒരു സഹായം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഒരു മഹാന്മാരെ സ്നേഹിക്കുന്ന, മഹാന്മാരുടെ അനുഗ്രഹങ്ങൾ കിട്ടേണ്ട ഒരു ചാനലാണ്. കാരണം ഒരു റമദാൻ 1 ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ സൂഫി കഥകൾ പറഞ്ഞു തുടങ്ങിയൊരു ചാനലാണ്. ഇതിന്റെ പേര് പോലും വിസാൽ മീഡിയ, പലരും വിശാൽ മീഡിയ എന്ന് പറയലുണ്ട്. വിശാൽ മീഡിയ അല്ല, വിസാലാണ്. വസ്വല യസ്ലു വിസാൽ, അള്ളാഹുവിൽ ലയിക്കുക എന്നാണ് ആ പേരിന്റെ അർത്ഥം പോലും. അങ്ങനെയാണ് ഞാനിതിന് പേരിട്ടത്. ഞാൻ തന്നെ ഇട്ട പേരാണ്. അപ്പൊ ഞാനും എൻ്റെ സുഹൃത്ത് സോഫി എന്ന് പേരുള്ള റഫീഖ് മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് ഈ ചാനലിലെ ഉടമകൾ. ഞങ്ങൾ രണ്ടുപേരുണ്ട്. അയാൾ എഡിറ്റിംഗ് മാത്രമാണ്. ഈ ചാനലിൽ പ്രസംഗിക്കാനോ ഒന്നിനും അയാൾ വരാറില്ല. അപ്പോൾ ഈ രണ്ടുപേരുടെയും ചാനലാണ്. അപ്പോൾ നമ്മളൊരാളെ കൊണ്ട് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാവരുതല്ലോ. അപ്പോൾ ഈ 2024 ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ചാനലിൽ. പല ആളുകളും പല വീഡിയോകളും കണ്ടിട്ട് ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ഒഴിവാക്കി തരണം, നിങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ കുടുംബം കാണുന്നതാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ നടന്ന ഒരു ക്രൈമാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കൊലപാതകം നടന്നിട്ട് ആ കൊലപാതകം നടത്തിയ ആളുടെ ഉമ്മയും ഉപ്പയൊക്കെ നമ്മുടെ ചാനൽ കാണുന്നവരായിരുന്നു. ഇനി അപ്പോൾ വിളിച്ചു പറഞ്ഞു, മാഷാ നിങ്ങൾ കൊലപാതകം നടത്തിയ ആ ആളുടെ ഉമ്മിപ്പിയാണ് ഞങ്ങൾ, ഒന്ന് കളയണേ, നിങ്ങൾ മകനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ സങ്കടം തോന്നുന്നത്, സംഗതി സംഭവിക്കാനുള്ള സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനത് പറയുമ്പോൾ ഡിലീറ്റ് ആക്കും. ഞാൻ അങ്ങനെ ആക്കില്ല ഇങ്ങനെ ആക്കില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കലില്ല. വേറെ പല പല കാര്യങ്ങളിലും അവരുടെ കുടുംബത്തിൽ നടന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഭീഷണിപ്പെടുത്തിയാലും കേസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് 2023 ഉണ്ടായ ഒരു സംഭവമാണ് ഒരു പെൺകുട്ടിയുടെയും ആണിൻ്റെയും ഒരു ഇന്റർകാസ്റ്റ് മാരേജുമായി ബന്ധപ്പെട്ട് മാഹിയിലൊരു കേസ് ഉണ്ടായി. ആ കേസിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ട് അവരെ കുറിച്ചിട്ട് അവരുടെ വിഷയങ്ങൾ എനിക്ക് വീഡിയോ പറയേണ്ടി വന്നു. ഭയങ്കര വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ആ വിമർശനങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളും. അതേപോലെ പരമാവധി നമ്മൾ കേസ് ഒന്നും നോക്കാതെ, അതായത് നിയമപരമായ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യല്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അവർക്ക് നീങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടും റിക്വസ്റ്റ് ചെയ്തിട്ടും പല വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം പാലക്കാട് ഞാനൊരു മെഡിറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ആ മെഡിറ്റേഷൻ ക്യാമ്പിൽ വളാഞ്ചേരിക്കാരൻ ഒരാളുണ്ട്.
അപ്പൊ ഞാൻ ചാനൽ നടത്തുന്ന ആളാണെന്നൊന്നും ഞാൻ അവിടെ എൻ്റെ ഒരു ഐഡന്റിറ്റി ഒന്നും പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാനൊരു ജേർണലിസ്റ്റ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ മനുഷ്യനുണ്ട് 2 ദിവസങ്ങൾ ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഓരോ വീട്ടുകാർ കണ്ടപ്പോഴാണ് അല്ലാതെ ഞങ്ങളുടെ വിസാൽ മീഡിയയിൽ പറയുന്ന ഫക്രുമാഷാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ അവിടെ ഒരു എന്തായിരിക്കുന്നല്ലോ അങ്ങനെ മുപ്പരക്ക് വിളിക്കണേ. അത് നിങ്ങളുടെ ഉമ്മാക്കൊക്കെ നിങ്ങളറിയാലോ, എൻ്റെ ഉമ്മ ഫുള്ളായിട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളാണ്. അപ്പോൾ ആ സന്തോഷം പങ്കിടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണാത്ത കേൾക്കാത്ത പലയിടത്തുനിന്നും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അതൊരു വലിയ സന്തോഷമല്ലേ. അപ്പോൾ വിസാൽ മീഡിയ പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കുടുംബത്തിന് വേണ്ടി മുഖ്താർ ഷാ എന്ന 33-കാരൻ എന്താ പറയുക ഒരു യൗവനം ആസ്വദിച്ച് പൂർത്തിയാകുന്നതിന് മുൻപ് മരണത്തിലേക്ക് പതിയെ നടന്നുപോയ ആ മനുഷ്യന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സന്തോഷത്തിൽ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ നബിയോടൊപ്പം അവരെയും നമ്മളെയും അള്ളാഹു ഒരുമിപ്പിക്കട്ടെ.